everyone, welcome to our video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ എങ്ങനെ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ചില ഫാൻസി റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് ചിലപ്പോൾ നമ്മളടുത്ത് അവിടെയുള്ള വെയിറ്റർ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പം ഇംഗ്ലീഷിലൊന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കാറില്ലേ? സോ അതിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത്. ഇത് പഠിച്ചു വെച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാമർ ആലോചിക്കാൻ പോകണ്ട, സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് കുറേ നേരം ഇരുന്ന് തപ്പലും തടയിലൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്ന് തുടങ്ങാം. അതായത് ഹോട്ടലും റെസ്റ്റോറൻറ്റും വേറെ വേറെയാണ്. ഓക്കെ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനാണ് ഹോട്ടൽ എന്ന് പറയുന്നത്. മുറിയെടുത്ത് താമസിക്കില്ലേ, അതാണ് ഹോട്ടൽ. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തിന് നമ്മൾ റെസ്റ്റോറൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, റെസ്റ്റോറൻറ്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ അവരടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഹലോ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. A table for two please. രണ്ടു പേർക്കുള്ളൊരു ടേബിൾ എന്ന് പറയില്ലേ നമ്മൾ, ആ അർത്ഥമാണ് ഇവിടെ വരുന്നത് കേട്ടോ. നിങ്ങൾ എത്ര പേരാണോ അത് നിങ്ങൾക്ക് ഇവിടെ പറയാം. ഹലോ, എ ടേബിൾ ഫോർ ടു പ്ലീസ് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. നമ്മൾ അടുത്ത വെയിറ്ററിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ ഷോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ടേബിൾ കാണിച്ചു തരും അല്ലേ. അങ്ങനെ നമ്മൾ ടേബിൾ കണ്ടു, ടേബിളിൽ ഇരുന്നു, ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഭക്ഷണം എന്നുള്ളതിന് ഫുഡ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ആക്ച്വലി അത് ഫുഡ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യട്ടെ കേട്ടോ, ഫുഡ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം, നമുക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചോദിക്കും? മെനു കാർഡ് ചോദിക്കും. എങ്ങനെ ചോദിക്കുക? നമ്മൾ ഇതാ കണ്ടോ, ക്യാൻ വി സീ ദ മെനു എന്ന് ചോദിക്കും. ഞങ്ങൾക്ക് മെനു ഒന്ന് കാണാമോ, മെനു ഒന്ന് കാണിച്ചു തരുമോ, മെനു എവിടെ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ക്യാൻ വി സീ ദ മെനു എന്ന് ചോദിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഇത് മെനു എന്നല്ല പ്രൊനൗൺസ് ചെയ്യണ്ടേ. എന്താ പ്രൊനൗൺസ് ചെയ്യണ്ടേ? മെന്യു, മെന്യു എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ക്യാൻ വി സീ ദ മെനു എന്നല്ല, ക്യാൻ വി സീ ദ മെന്യു എന്ന് നമ്മൾ ചോദിക്കുന്നു. നമുക്ക് മെന്യു കാർഡ് കൊണ്ട് തരുന്നു, ഇനി നമുക്ക് ഓർഡർ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചോദിക്കും? ഇവിടെ എന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കും. വാട്ട് ഈസ് സ്പെഷ്യൽ ഹിയർ എന്ന് നമുക്ക് ചോദിക്കാൻ വേണമെങ്കിൽ വാട്ട് ഈസ് എന്താണ് സ്പെഷ്യൽ ഹിയർ, ഇവിടെ സ്പെഷ്യൽ എന്ന് നമുക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾക്ക് എന്താണ്, ഇവിടെ എല്ലാവരും കൂടുതൽ കഴിക്കുന്ന ഫുഡായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അവിടെ നല്ല അഭിപ്രായമുള്ള ഫുഡായിരിക്കുമല്ലോ അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? വാട്ട് ഡു യു റെക്കമെൻഡ്, വാട്ട് ഡു യു റെക്കമെൻഡ്. റെക്കമെൻഡ് എന്ന് വെച്ചാൽ ശുപാർശ എന്നുള്ള അർത്ഥമാണ്. ശുപാർശ കത്തിന് നമ്മൾ റെക്കമെൻഡേഷൻ ലെറ്റർ എന്നൊക്കെ പറയാറില്ലേ. സോ നിങ്ങൾ എന്താണ് ശുപാർശ ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ട് ഡു യു റെക്കമെൻഡ് എന്നുള്ളത് പറയാം. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി, നമ്മൾ ടേബിൾ ചോദിച്ചു, അവർ നമുക്ക് ടേബിൾ തന്നു. എന്നിട്ട് നമ്മൾ മെനു കാർഡാണ് ചോദിക്കുന്നത്. ക്യാൻ വി സീ ദ മെനു എന്ന് ചോദിച്ചു, അവർ നമുക്ക് മെനു കാർഡൊക്കെ കൊണ്ട് തന്നു. എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുകയാണ് വാട്ട് ഡു യു റെക്കമെൻഡ്, നിങ്ങൾ എന്താണ് ശുപാർശ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഓക്കെ, എന്നിട്ട് അവർ നമുക്കൊരു ഫുഡ് പറഞ്ഞു തന്നു. മാം ദിസ് ഫുഡ് ഇസ് ഫേമസ് ഹിയർ എന്നൊക്കെ അവർ പറഞ്ഞു തന്നു. അല്ലെങ്കിൽ ഐ റെക്കമെൻഡ് ദിസ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ഫുഡ് ഐറ്റം പറഞ്ഞു തന്നു. ഐ റെക്കമെൻഡ് ക്രാബ് റോസ്റ്റ് എന്നൊക്കെ അവർ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കത് എരിവുള്ള ഫുഡാണോ അതോ മധുരമുള്ള ഫുഡ് ഐറ്റം ആണോ, മിക്സ്ഡ് ആണോ? ചില സ്ഥലത്തൊക്കെ നമ്മൾ ഈവൻ പ്രോൺസ് ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ കൂടെ അതിൽ സ്പൈസ് സ്വീറ്റൊക്കെ കൂടിയിട്ടുള്ള മിക്സൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫുഡിനെ കുറിച്ചൊരു ധാരണ ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കും ഇത് എന്ത് ടേസ്റ്റാണ് എന്നറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കില്ലേ. അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക? ഈസ് ദാറ്റ് സ്പൈസി, അത് എരിവുള്ളതാണോ? സ്പൈസി എന്ന് വെച്ചാൽ എരിവുള്ളത് എന്നാണ് അർത്ഥം. ദിസ് ഫുഡ് ഇസ് വെരി സ്പൈസി, ഈ ഫുഡ് ഭയങ്കര എരിവുള്ളതാണ്. ദ ബിരിയാണി ഐ എയ്റ്റ് യെസ്റ്റർഡേ വാസ് വെരി സ്പൈസി, ഇന്നലെ ഞാൻ കഴിച്ച ബിരിയാണി ഭയങ്കര എരിവുള്ളതായിരുന്നു. സ്പൈസി എന്ന് പറഞ്ഞാൽ വളരെ എരിവുള്ളത് എന്നാണ് അർത്ഥം വരുന്നത്. ഇനി നമുക്കിത് മധുരം ഉള്ളതാണോ എന്ന് ചോദിക്കണമെങ്കിലോ ഈസ് ദിസ് സ്വീറ്റ് എന്ന് ചോദിക്കാം. സ്വീറ്റ്. കയ്പിന് നമ്മൾ എന്താ പറയുക? കയ്പ് എന്നുള്ളതിന് നമ്മൾ ബിറ്റർ, ബിറ്റർ. ഇനി പുളിയുള്ള ഫുഡാണോ എന്ന് ചോദിക്കണം അല്ലേ. പുളിയുള്ള ഫുഡാണെന്ന് എങ്ങനെ ചോദിക്കാം? ഈസ് ദിസ് ഫുഡ് സവർ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ചിലപ്പോൾ സൗർ എന്ന് പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. സൗർ അല്ല, സവർ, സവർ. ഇസ് ദിസ് ഫുഡ് സവർ എന്ന് വെച്ചാൽ ഇത് പുളിയുള്ള ഫുഡാണോ? മനസ്സിലായോ?
ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ്, ക്യാൻ ഐ ഗെറ്റ് ദാറ്റ് വിതൗട്ട് അനിയൻസ്? ഇപ്പോൾ ചില ഫുഡ് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്യും, നമുക്ക് ഇഷ്ടമായിരിക്കും. സ്പെഷ്യലി ചിലർക്ക് പിസ്സ വരുമ്പോൾ അതിനകത്ത് പൈനാപ്പിൾ ഇടുന്നത് ഇഷ്ടമല്ല, ചിലർക്ക് ബിരിയാണിയിൽ പൈനാപ്പിൾ ഇടുന്നത് ഇഷ്ടമല്ല. ചില ഫുഡ് ഐറ്റംസ് നമുക്ക് അതിൽ ഇല്ലാണ്ട് കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട്. ചിലർക്ക് ഒലിവ്സ് ഇഷ്ടമല്ല പാസ്ത വരുന്ന സമയത്ത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇത് ഒനിയൻ അല്ല അനിയൻ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. സവാള അനിയൻ എന്നാണ്, ഒനിയൻ എന്നല്ല. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് അനിയൻ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്നുള്ളത് കൺഫ്യൂഷനാണ്. കാരണം നമ്മളെല്ലാവരും ഇത് തെറ്റി പറഞ്ഞാണ് ശീലിച്ചിട്ടുള്ളത്. സോ ദിസ് ഇസ് അനിയൻ. ഓക്കെ, അപ്പം നമ്മൾ ചോദിക്കുകയാണ് ക്യാൻ ഐ ഗെറ്റ് ദാറ്റ് വിതൗട്ട് അനിയൻസ്? എനിക്കത് ഉള്ളി ഇല്ലാണ്ട് കൊണ്ടുതരാമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. ക്യാൻ ഐ ഗെറ്റ് ദാറ്റ് വിതൗട്ട്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാധനം പൈനാപ്പിൾ എന്ന് ചോദിക്കാം. പൈനാപ്പിൾ ഇല്ലാതെ എടുക്കുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സോ നെക്സ്റ്റ് വൺ, നമ്മളിനി ഓർഡർ കൊടുക്കാൻ പോവാണ്. നമ്മളിനി ഇത് മതി ഉറപ്പിച്ചിട്ട് ഓർഡർ കൊടുക്കാൻ പോവാണ് കേട്ടോ. സോ ഐ വിൽ ഹാവ്, ഇങ്ങനെ പറയാം നമുക്ക്. എന്താ ഇനി നമ്മുടെ ഫുഡ് എന്നുള്ളത് നമുക്ക് പറയാം. നിങ്ങൾക്ക് ചിക്കൻ കറിയാണോ വേണ്ടേ? ഐ വിൽ ഹാവ് ദ ചിക്കൻ കറി എന്ന് നിങ്ങൾക്ക് പറയാം. രണ്ട് പൊറോട്ട വേണോ? ഐ വിൽ ഹാവ് ദ ചിക്കൻ കറി ആൻഡ് 2 പൊറോട്ടാസ്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട സാധനം ഐ വിൽ ഹാവ് 1 പിസ്സ, ഐ വിൽ ഹാവ് 1 പാസ്ത, ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടേ അത് പറയാനായിട്ട് ഐ വിൽ ഹാവ് എന്ന് പറയാം. ഓക്കെ, ഞാനിതെടുക്കാം, ഞാനിത് കഴിക്കാം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ വരുന്നത്. സോ ഐ വിൽ ഹാവ്, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഫുഡ് ഐറ്റം ആണോ വേണ്ടേ അത് നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി എക്സ്ക്യൂസ് മീ, ഇത് ഭയങ്കര പ്രധാനമാണ്. നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണിച്ചിട്ട് അവിടുത്തെ വെയിറ്ററിനെ വിളിക്കാറുള്ളത് അല്ലേ? നമ്മളിങ്ങനെ കൈ കാണിക്കും, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും, പലതരം കാര്യങ്ങൾ കാണിക്കാറുണ്ട്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യുക. എന്നിട്ട് നോട്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ക്യൂസ് മീ എന്ന് വിളിക്കാം. ഓക്കെ, കൂയ് ഓയ് എന്നൊന്നും പറഞ്ഞ് വിളിക്കരുത്, എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിളിക്കാം. ക്ലിയർ ആണോ? അപ്പോൾ എക്സ്ക്യൂസ് മീ ഒന്ന് ശ്രദ്ധിക്കുമോ? നമ്മൾ ഒരാളുടെ ശ്രദ്ധ, ഒരാളുടെ അറ്റൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് എക്സ്ക്യൂസ് മീ എന്നുള്ളത് പറയുന്നത്. സോ എക്സ്ക്യൂസ് മീ, അവരെ വിളിച്ചു, എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് ക്യാൻ വി ഗെറ്റ് ദ ബിൽ പ്ലീസ്? അപ്പോൾ ഇത് ബില്ല് തന്നെ ആയിക്കൊള്ളണമെന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ക്യാൻ വി ഗെറ്റ് എ ഗ്ലാസ് ഓഫ് വാട്ടർ പ്ലീസ്? എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാമോ? ക്യാൻ വി ഗെറ്റ് സം എക്സ്ട്രാ നാപ്കിൻസ് പ്ലീസ്? കുറച്ച് അധികം നാപ്കിൻസ്, ടിഷ്യൂ പേപ്പേഴ്സ് കൊണ്ടു തരാമോ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻ വി ഗെറ്റ് സം എക്സ്ട്രാ കറി പ്ലീസ്? കുറച്ച് എക്സ്ട്രാ കറി തരാമോ? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വാക്ക് ഉപയോഗിക്കാം, ക്യാൻ വി ഗെറ്റ്. ഇതൊരു റിക്വസ്റ്റ് ആണ് അല്ലേ? അപ്പം അതുകൊണ്ടാണ് നമ്മൾ ക്യാൻ ഉപയോഗിച്ച് ചോദിക്കുന്നത്. ബട്ട് ദെൻ നമ്മൾ വളരെ പൊലൈറ്റായിട്ട് വുഡ് യു പ്ലീസ് എന്നൊന്നും പറഞ്ഞ് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ബിക്കോസ് ഇറ്റ്സ് എ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് കാഷ്വലായിട്ട് തന്നെയാണ് ഡീൽ ചെയ്യുക അല്ലേ? അപ്പോൾ ക്യാൻ വി ഗെറ്റ് ദ ബിൽ പ്ലീസ്? ബില്ല് കൊണ്ടുവരുമോ എന്നാണ് അർത്ഥം. ക്യാൻ വി ഗെറ്റ് എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ? ക്യാൻ വി ഗെറ്റ് സം എക്സ്ട്രാ നാപ്കിൻസ്? കുറച്ച് എക്സ്ട്രാ നാപ്കിൻസ് കൊണ്ടു തരുമോ എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ക്യാൻ വി ഗെറ്റ് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ്, നമുക്കങ്ങനെ ബില്ലൊക്കെ കിട്ടി, അത് കഴിഞ്ഞിട്ട് ഡു യു അക്സെപ്റ്റ് കാർഡ്? നിങ്ങൾ കാർഡ് അക്സെപ്റ്റ് ചെയ്യുമോ? അക്സെപ്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സ്വീകരിക്കുക എന്നാണ്. നിങ്ങളിവിടെ കാർഡ് എടുക്കുമോ? കാർഡ് സ്വീകരിക്കുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരുവാണ്, അക്സെപ്റ്റിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് റിജക്റ്റ് ആണ്. റിജക്റ്റ് എന്ന് വെച്ചാൽ നിരസിക്കുക. ഷീ റിജക്റ്റഡ് മൈ പ്രപ്പോസൽ, അവൾ എൻ്റെ പ്രപ്പോസൽ, എൻ്റെ ആലോചന നിരസിച്ചു എന്നാണ് അർത്ഥം. സോ അക്സെപ്റ്റ് എന്ന് വെച്ചാൽ സ്വീകരിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഡു യു അക്സെപ്റ്റ് കാർഡ്? നിങ്ങൾ കാർഡ് സ്വീകരിക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയാൽ പിന്നെ നമ്മൾ വാഷ്റൂമിൽ പോകേണ്ടി വരും. ടോയ്ലറ്റ് എന്നുള്ളതിന് പകരം നമുക്ക് വാഷ്റൂം അല്ലെങ്കിൽ റെസ്റ്റ് റൂം എന്നൊക്കെ പറയാം. സോ വേർ ഇസ് ദ റെസ്റ്റ് റൂം അല്ലെങ്കിൽ വേർ ഇസ് ദ ലൂ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ലൂ എന്ന് വെച്ചാലും റെസ്റ്റ് റൂം, വാഷ്റൂം എന്നുള്ള മീനിങ് ആണ്. സോ വേർ ഇസ് ദ റെസ്റ്റ് റൂം? റെസ്റ്റ് റൂം എവിടെയാണ്? ടോയ്ലറ്റ് എവിടെയാണ്? വാഷ്റൂം എവിടെയാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇനി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം വരും. കാരണം നമ്മൾ എപ്പോൾ ഫുഡ് കഴിച്ചാലും കുറച്ച് സാധനം അവിടെ ബാക്കി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് പാക്ക് ചെയ്ത് തരുമോ എന്ന് ചോദിക്കേണ്ടി വരാറില്ലേ? എങ്ങനെ ചോദിക്കാം? ഇതാ, കുഡ് വി ഹാവ് അല്ലെങ്കിൽ ക്യാൻ വി ഹാവ് എന്നും ചോദിക്കാം. കുറച്ചുകൂടെ പൊലൈറ്റായിട്ട് ചോദിക്കണമെങ്കിൽ കുഡ് എന്നുള്ളത് ഉപയോഗിക്കാം. ആ മാറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുഡ് വി ഹാവ് ദ
ലെഫ്റ്റ് ഓവേഴ്സ് ബോക്സ്ഡ് അപ്പ്. ലെഫ്റ്റ് ഓവേഴ്സ് ഒന്ന് ബോക്സിലാക്കി തരുമോ പ്ലീസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഓവേഴ്സ് എന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ റിമൈൻസ്, ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ളതിനെയാണ് നമ്മൾ ലെഫ്റ്റ് ഓവേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആവശ്യമുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മൾ എടുത്ത് വെക്കും, സോ ദാറ്റ് വി ക്യാൻ കൺസ്യൂം ഇറ്റ് ലേറ്റർ. പിന്നെ നമുക്കതെടുത്ത് കഴിക്കാം അല്ലേ. അപ്പോൾ ആ ലെഫ്റ്റ് ഓവേഴ്സ് ഒന്ന് ബോക്സ് ആക്കി തരുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് നോക്കാം. ഹലോ, എ ടേബിൾ ഫോർ 2 പ്ലീസ്. 2 പേർക്കുള്ളൊരു ടേബിൾ ഉണ്ടോ? 2 പേർക്കുള്ള ടേബിളാണ് വേണ്ടേ എന്നുള്ള അർത്ഥത്തിൽ നമുക്കത് പറയാം. നെക്സ്റ്റ് വൺ ഇസ് ക്യാൻ വി സീ ദ മെന്യൂ. ഞങ്ങൾ മെന്യൂ ഒന്ന് കണ്ടോട്ടെ, ഞങ്ങൾക്കൊന്ന് മെന്യൂ കാണാമോ എന്ന് ചോദിക്കുകയാണ്. ക്യാൻ വി സീ ദ മെന്യൂ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ക്യാൻ വി ഗെറ്റ് ദ മെന്യൂ കാർഡ് എന്നൊക്കെ ചോദിക്കാം. ക്യാൻ വി ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മെന്യൂ കാർഡ് കിട്ടുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ഡു യു റെക്കമെൻഡ്. വാട്ട് ഡു യു റെക്കമെൻഡ്, നിങ്ങൾ എന്താണ് ശുപാർശ ചെയ്യുന്നത്? അല്ലെങ്കിൽ വാട്ട് ഇസ് സ്പെഷ്യൽ ഹിയർ ടുഡേ, ഇന്ന് ഇവിടെ എന്താണ് സ്പെഷ്യൽ. വാട്ട് ഇസ് ടുഡേ സ്പെഷ്യൽ, ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്. വാട്ട് ഇസ് ടുഡേ സ്പെഷ്യൽ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ക്ലിയർ? ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഇസ് ദറ്റ് സ്പൈസി, അത് സ്പൈസി ആണോ? ഇസ് ദറ്റ് സ്വീറ്റ്, അത് സ്വീറ്റ് ആണോ? ഇസ് ദറ്റ് ഫുഡ് സവർ, ആ ഫുഡ് സവർ ആണോ, പുളിയുള്ളതാണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ് വൺ ഇസ് ക്യാൻ ഐ ഗെറ്റ്, എനിക്ക് ലഭിക്കുമോ. ദാറ്റ്, അത് വിത്തൗട്ട് അനിയൻസ്, സവാള ഇല്ലാതെ എനിക്കത് ലഭിക്കുമോ. ക്യാൻ ഐ ഗെറ്റ് ദറ്റ് വിത്തൗട്ട് പൈനാപ്പിൾസ്. എവറി ടൈം ഐ ഗോ ടു എ പിസ്സ ഷോപ്പ് ഐ ആസ്ക് ദിസ്, എനിക്കത് പൈനാപ്പിൾ ഇല്ലാതെ കിട്ടുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ, ഐ വിൽ ഹാവ് ദ ചിക്കൻ കറി, ഞാൻ ചിക്കൻ കറി എടുക്കാം. ഓക്കെ, ഐ വിൽ ഹാവ് 1 പിസ്സ, ഐ വിൽ ഹാവ് ദ പാസ്ത. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണോ അതവിടെ കൊടുക്കാം. ക്ലിയർ? നെക്സ്റ്റ് വൺ, എക്സ്ക്യൂസ് മീ, എങ്ങനെയാണ് നമ്മൾ വിളിക്കുക? എക്സ്ക്യൂസ് മീ എന്നാണ് വിളിക്കുക. ക്യാൻ വി ഗെറ്റ് ദ ബിൽ പ്ലീസ്, ബില്ല് കൊണ്ടുവരാമോ. ഇനി നിങ്ങൾക്ക് സ്പൂൺ ഫോർക്കൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കട്ട്ലറി എന്നാണ് പറയുക കേട്ടോ. ക്യാൻ ഐ ഗെറ്റ് ദ കട്ട്ലറി പ്ലീസ് എന്ന് ചോദിക്കാം. കട്ട്ലറി, കട്ട്ലറി എന്ന് വെച്ചാൽ സ്പൂൺ, ഫോർക്ക്, നൈഫ് ഒക്കെ ഉണ്ടാവില്ലേ, ആ സെറ്റിനാണ് നമ്മൾ കട്ട്ലറി എന്ന് പറയുന്നത്. സോ ക്യാൻ വി ഗെറ്റ് സം കട്ട്ലറി, അല്ലെങ്കിൽ എക്സ്ട്രാ കട്ട്ലറി എന്ന് വെച്ചാൽ ആ സ്പൂൺ ഫോർക്കൊക്കെ കൊണ്ട് തരാമോ എന്നാണ് പറയുന്നത്. ഫോർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ, ഇങ്ങനെയുള്ള ഒരു സ്പൂണില്ലേ, ഇതിനെയാണ് നമ്മൾ ഫോർക്ക് എന്ന് പറയുന്നത്. ഫോർക്ക്. നെക്സ്റ്റ് വൺ, ഡു യു അക്സെപ്റ്റ് കാർഡ്, നിങ്ങൾ കാർഡ് സ്വീകരിക്കുമോ. ഓക്കെ. വേർ ഇസ് ദ റെസ്റ്റ് റൂം, കുഡ് വി ഹാവ് ദ ലെഫ്റ്റ് ഓവർ ബോക്സ്ഡ് അപ്പ് പ്ലീസ്. സോ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇംഗ്ലീഷിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ളത് പഠിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ താഴെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് അറിയിക്കുക. ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഞാനുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് യൂസ് ഓഫ് ദ ചാറ്റ് ബോക്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.